ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബുള്ളറ്റ് ഫിസിക്സ്. എൻ്റെ പേര് അറിയാലോ, സൽമാൻ ഫാരിസ് കെ. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ്, അതിന്റെ പാർട്ട് 1 നമ്മൾ തീർത്തു. അതിന്റെ പാർട്ട് 2 ഇന്ന് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. പാർട്ട് 2, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരെ അത് കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. മാത്സ് ക്ലാസ്സിൽ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് 2 കണ്ടോ, എനിക്ക് വ്യൂസ് കിട്ടിയാൽ മതി. നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മക്കളെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഒരാൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഓനെ തൊട്ടോനും കൂടി വൈബ്രേറ്റ് ആവും. ഓക്കെ ആണോ? ഒരാൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഓനെ തൊട്ടാല് നമ്മളും കൂടി വൈബ്രേറ്റ് ആവുക. അതാണെന്ത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. വൈബ്രേഷൻ കോസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ സോഴ്സ്. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? എടാ, ഒരാൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്, അയാളെ തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കൂലേ? അതേ പരിപാടി. ഓക്കെ അല്ലേ? ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നല്ലവനായി ഞാൻ, ഓക്കെ അല്ലേ? ഞാനിങ്ങനെ നേരെ പോ ടൈപ്പ് ഇൻവെർട്ടർ. ഓക്കെ അല്ലേ? അപ്പോഴാണ് ഞാൻ ആരെ പരിചയപ്പെടുന്നത്? എൻ്റെ ഫ്രണ്ടിനെ. വെറും ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുകയാണ്. ഓനാണെങ്കിൽ മഹാ എരപ്പ് പിടിച്ചൊരു സ്വഭാവം. ഓക്കെ അല്ലേ? ഓന്റെ കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ അറിയാലോ. ഓന്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ മേത്തുണ്ടായി. എൻ്റെ മേത്ത് മാത്രമല്ല, സ്വഭാവത്തിലുണ്ടായി അല്ലേ? ഓന്റെ സ്വഭാവം എനിക്ക് കിട്ടൂലേ? കിട്ടും. അങ്ങനെ എൻ്റെ സ്വഭാവം എന്താവും? മാറും. ഓക്കെ അല്ലേ? അങ്ങനെ മാറി ഓന്റെ അതേ സ്വഭാവം ആവും ആർക്ക്? എനിക്ക്. ഇതേ പരിപാടിയാണ് എന്തിലും സംഭവിക്കുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷനിലും സംഭവിക്കുന്നത്. സാറേ, ഇത് ഒരു രസമല്ല, റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയും. ഞാൻ പറഞ്ഞുതരാടാ. ഫസ്റ്റ് എക്സാമ്പിൾ, നമ്മളെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ട്. നമ്മൾ ആ ടേബിൾ മേ എന്ത് കൊണ്ടുവെക്കാണ്? ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടുവെക്കാണ്. അനങ്ങാതെക്കണ ട്യൂണിംഗ് ഫോർക്കാണോ? അല്ല, വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക്. പോട്ടെ, ടേബിൾ. ഓക്കെ അല്ലേ? ട്യൂണിംഗ് ഫോർക്ക് വരികയാണ്, ടേബിൾ മേ തട്ടാണ്. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആരും കൂടി വൈബ്രേറ്റ് ചെയ്യും? ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അതാണെന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ കാരണം ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്യാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, നമ്മൾ വീട്ടിലുള്ള ഒരു എക്സാമ്പിൾ. നമ്മളെ കയ്യില് ടേബിൾ ഉണ്ട്. ടേബിൾ ആരുണ്ട്? മിക്സർ. ഓക്കെ, മിക്സി നമ്മൾ ഓൺ ചെയ്തു. മിക്സി കറങ്ങൂലേ? കറങ്ങുമ്പോ മിക്സി ഇളകൂലേ? വൈബ്രേഷൻ. ഓക്കെ അല്ലേ? അത് വെച്ചിരിക്കുന്ന ടേബിളും കൂടി എന്താവും? വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആടാ. ഓക്കെ ആണോ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന കൺസെപ്റ്റ് മനസ്സിലായോ? എന്നാ അടുത്ത ബുള്ളറ്റ് പോയിന്റ്, ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ നമ്മൾ ആരെയാണോ തൊടുന്നത് ഓന്റെ അതേ സ്വഭാവം നമുക്കും കിട്ടും. അതല്ലട്ടോ, ഓന്റെ അതേ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. സെറ്റ് അല്ലേ? എടാ, ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ട്യൂണിംഗ് ഫോർക്ക്. ഓൻ കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. ഓനൊരു ഇളക്കണ്ടല്ലേ? ഓനെ പോയാണ് നമ്മൾ തൊടുന്നത്, അല്ലെങ്കിൽ ഓൻ വന്നാണ് നമ്മളെ തൊടുന്നത്. അപ്പൊ ഓന്റെ അതേ ഇളക്കം നമുക്കും കിട്ടും. അതല്ല, ഓന്റെ അതേ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി സെയിം ഫ്രീക്വൻസി ഓഫ് ദി സോഴ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എടാ, നമ്മളെ കയ്യിൽ ഒരു കുപ്പി ഉണ്ട് കേട്ടോ. നമ്മളെ സ്വഭാവം ഡസന്റ് മാറ്റർ. ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് 220 ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക്. ഓൻ വന്ന് കുപ്പിനെ തൊടാണ്. കുപ്പി വൈബ്രേറ്റ് ചെയ്യൂലേ? ഏതിലാ മക്കളെ കുപ്പി വൈബ്രേറ്റ് ചെയ്യാ? 220 ഹെർട്സില്. ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസി കുപ്പി അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി സെയിം ഫ്രീക്വൻസി ഓഫ് ദി സോഴ്സ്. ഓക്കെ അല്ലേ? എന്നാ അതേ കുപ്പി വേറെ ട്യൂണിംഗ് ഫോർക്ക് 480 ഹെർട്സിലെ ട്യൂണിംഗ് ഫോർക്ക്, ഓൻ വന്ന് കുപ്പിനെ തൊടാണ്. കുപ്പിന്റെ സ്വഭാവം, കുപ്പിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഡസന്റ് മാറ്റർ. കുപ്പി ഏതിലാണ് വൈബ്രേറ്റ് ചെയ്യുക? 480 ഹെർട്സിലാണ് കുപ്പി വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നാ അതേ കുപ്പി ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി 1000 കടന്നു. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് വന്ന് കുപ്പിനെ തട്ടാണ്. കുപ്പിന്റെ സ്വഭാവം ഡസന്റ് മാറ്റർ. ഓക്കെ, കുപ്പി ഏതിലാണ് വൈബ്രേറ്റ് ചെയ്യുക? 1020 ഹെർട്സിലാണ് കുപ്പി വൈബ്രേറ്റ് ചെയ്യുക. സെറ്റ് അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ ബോഡി വൈബ്രേറ്റ് ചെയ്യുക സോഴ്സിന്റെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും. അതാണ് നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ്,
ഫോഴ്സ്ഡ് വൈബ്രേഷൻ ചില്ലറ സംഭവമല്ല. നിങ്ങൾ കേൾക്കുന്നത് പോലും എന്താ ഒരു അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് എന്ന് ഞാൻ പറയും. എന്താ സാറേ അങ്ങനെ? എടാ ഒരു സ്പീക്കർ ഉണ്ട്, വൈബ്രേറ്റ് ചെയ്യാണ്, എയറിലാണ് നിൽക്കുന്നത്, എയറും വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ അവിടെ ചെവിയും കുറിപ്പിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ, നമ്മളെ ചെവിയിൽ ആരുണ്ട്? എയർ ഉണ്ട്, ഇയർ ഡ്രം ഉണ്ട്. ഇയർ ഡ്രം വൈബ്രേറ്റ് ആവും, അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. സാറേ മനസ്സിലായില്ല, ക്ലിയർ ആക്കിയിട്ട് പറയും. എടാ ഞാന് ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് പറയാം. ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ which makes the surrounding air and the eardrum vibrate at the same frequency which causes hearing. എടാ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, ഓൻ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓൻ എവിടെയാ നിൽക്കുന്നത്? എയറിലാണ് നിൽക്കുന്നത്. എയറും വൈബ്രേറ്റ് ചെയ്യൂലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എടാ എയർ ട്യൂണിംഗ് ഫോർക്കിനെ തൊട്ട് നിൽക്കാണ്, വൈബ്രേറ്റ് ചെയ്യും ഇല്ലേ? ആ വൈബ്രേഷൻ അങ്ങനെ പാസ് ചെയ്ത് വരുമ്പോ നമ്മൾ അവിടെ ചെവിയും കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മൾ ചെവിയിൽ ആരുണ്ട്? എയർ ഇല്ലേ? ആ വൈബ്രേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് ആരെ തട്ടും? ഇയർ ഡ്രമ്മിനെ തട്ടും. ഇയർ ഡ്രം കിടന്നിങ്ങനെ വിറവിറക്കും അതേ ഫ്രീക്വൻസിയിൽ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? കേൾക്കണത്. നിങ്ങൾ കേൾക്കുന്നത് പോലും എന്താ? ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഇതാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ബുള്ളറ്റ് പോയിന്റുകൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇമ്പോർട്ടന്റ് ടോപ്പിക്, റെസൊണൻസ്. എന്താണ് മക്കളെ റെസൊണൻസ്? റെസൊണൻസ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇതുവരെ ഒരു സോഴ്സ് ഉണ്ടാവും, വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക് അല്ലെ, ഓൻ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. ഓനെ തൊട്ടാൽ ഓന്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും, നമ്മൾ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ആവും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്നാൽ റെസൊണൻസിൽ രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആവാണ്. തൊടാൻ പോണ നമ്മളെ ഫ്രീക്വൻസി എന്തിന്റെ ഫ്രീക്വൻസിയാണ്? ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസിയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? റെസൊണൻസ് സംഭവിക്കുക. നേരത്തെ ഉള്ള എക്സാമ്പിൾ ഓർമ്മ ഉണ്ടോ മക്കളെ? നല്ലവനായ ഞാൻ, ഫ്രണ്ട് വരുന്നു, ഫ്രണ്ടിന്റെ സ്വഭാവം എനിക്ക് കിട്ടുന്നു. ആ ഒരു എക്സാമ്പിൾ ഓർമ്മല്ലേ? അവിടെ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കാണ് കേട്ടോ. ഫ്രണ്ട് വരുന്നു, ഓക്കെ, ഫ്രണ്ടിന്റെ അതേ എരപ്പിടിച്ച സ്വഭാവമാണ് ആർക്ക്? എനിക്കും. ഓക്കെ അല്ലേ? നമ്മൾ ചേർന്നാൽ വൺ വൈബായിരിക്കും അല്ലേ? ആ സംഭവമാണ് എന്ത് മക്കളെ? റെസൊണൻസ്. ഓക്കെ, അപ്പൊ റെസൊണൻസ് എപ്പോഴാണ് ഉണ്ടാവുക? when the frequency of the source equals to the natural frequency of the body. രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓലെ റെസൊണൻസിലാണ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. എടാ ഒരു കപ്പുണ്ട്, കപ്പിന്റെ സ്വഭാവം, കപ്പിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര? 260 ഹെർട്സ് ആണ്. ട്യൂണിംഗ് ഫോർക്ക് 440 ഹെർട്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് വന്ന് കപ്പിനെ തട്ടുന്നു, കപ്പ് വൈബ്രേറ്റ് ചെയ്യൂലേ? കപ്പ് ഏതിലാ വൈബ്രേറ്റ് ചെയ്യുക? 440 ഹെർട്സ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, എന്നാൽ വേറൊരു കപ്പുണ്ട് 820 ഹെർട്സ് ഉള്ള കപ്പ്, അതേ ട്യൂണിംഗ് ഫോർക്ക് 440 ഹെർട്സ് ഉള്ള അതേ ട്യൂണിംഗ് ഫോർക്ക് കപ്പിനെ വന്ന് തട്ടാണ്, കപ്പ് വൈബ്രേറ്റ് ചെയ്യൂലേ? കപ്പ് ഏതിലാ വൈബ്രേറ്റ് ചെയ്യുക? 820 ഹെർട്സ്, സോറി 440 ഹെർട്സിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, സോറി നേരത്തെ ഓസിലേഷൻ എന്ന് പറഞ്ഞത് വൈബ്രേഷൻ. ഓക്കെ അല്ലേ? എന്നാൽ വേറൊരു കപ്പ് ഉണ്ട്, ഓന്റെ സ്വഭാവം എന്താ? 440 ഹെർട്സ് ആണ്. മുമ്പത്തെ അതേ ട്യൂണിംഗ് ഫോർക്ക് 440 ഹെർട്സ് ഉള്ള അതേ ട്യൂണിംഗ് ഫോർക്ക് വരികയാണ്. രണ്ടിനും ഒരേ ഫ്രീക്വൻസി, ഓലെ റെസൊണൻസിൽ ആവാൻ പോവാണ്. നോക്കല്ലേ? ട്യൂണിംഗ് ഫോർക്ക് വന്ന് കപ്പിനെ തട്ടുന്നു, കപ്പ് വൈബ്രേറ്റ് ചെയ്യൂല മക്കളെ? കപ്പ് വൈബ്രേറ്റ് ചെയ്യും. എന്താ വൈബ്രേഷൻ അല്ലേ? 440 ഹെർട്സിൽ കപ്പ് കിടന്ന് വിറവിറക്കും. അപ്പോഴാണ് നമ്മൾ പറയാ എന്ത്? ദേ ആർ ഇൻ റെസൊണൻസ്. ഓല് എന്തിലാടാ? റെസൊണൻസിലാണെന്ന് പറയും. ഇനി എന്താ അതിന്റെ പ്രത്യേകത? ആ കപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രത്യേകത എന്ന്. ഓൻ കിടന്നിങ്ങനെ നല്ലോണം വിറവിറക്കാണ്. ഓക്കെ, അത് തന്നെയാണ് എന്തിന്റെ പ്രത്യേകത? റെസൊണൻസിന്റെ ഫീച്ചർ. എന്ത്? ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി അല്ലേ? ആംപ്ലിറ്റ്യൂഡ് നല്ലോണം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. പാർട്ട് 1 കണ്ടിട്ട് വരാം. ഓക്കെ, അറ്റ് റെസൊണൻസില് ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ 3 കസേര ഉണ്ട്. ഓക്കെ, ഒന്നിന്റെ ഫ്രീക്വൻസി 340, 920, 580. ഓക്കെ അല്ലേ? നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വരികയാണ്, ആദ്യത്തെ കസേരമ തട്ടി, കസേര വൈബ്രേറ്റ് ചെയ്യൂലേ? ഫോഴ്സ്ഡ് ഓസിലേഷൻ. രണ്ടും സെയിം അല്ല, രണ്ട് ഫ്രീക്വൻസി എന്താ? സെയിം അല്ല. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഓസിലേഷൻ അല്ല, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്നാൽ അതേ
ട്യൂണിംഗ് ഫോർക്ക് വന്ന് രണ്ടാമത്തെ കസേരമ തട്ടാണ്. വൈബ്രേറ്റ് ചെയ്യൂലേ? രണ്ടിന് ഫ്രീക്വൻസി സെയിം ആണോ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്, റെസൊണൻസ് അല്ല. എന്നാൽ മൂന്നാമത്തെ കേസ് നോക്കിക്കട്ടോ. ഓക്കെ, രണ്ടിനും ഒരേ ഫ്രീക്വൻസി ആണ്. ട്യൂണിംഗ് ഫോർക്ക് വന്ന് കസേരമ തട്ടാണ്, ഭയങ്കര ആംപ്ലിറ്റ്യൂഡിൽ എന്താവും? വൈബ്രേറ്റ് ചെയ്യും. സാറേ അങ്ങനെയൊക്കെ വൈബ്രേറ്റ് ചെയ്യോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തു കേട്ടോ. എന്നാലും എന്താ, ഓൻ ഭയങ്കര ആംപ്ലിറ്റ്യൂഡിൽ ഓൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മളെ ബുള്ളറ്റ് പോയിന്റ്. എന്ത്? റെസൊണൻസില് ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. റെസൊണൻസ് എപ്പോഴാണ് ഉണ്ടാവുക? പഠിക്കുക. രണ്ടിനും ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ റെസൊണൻസിൽ എന്താ ഉണ്ടാവുക? പഠിക്കുക. ബോഡി വൈബ്രേറ്റ്സ് വിത്ത് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി റെസൊണൻസിന്റെ ചില റിയൽ ലൈഫ് സിനാരിയോസ് ഞാൻ കാണിച്ചു തരാം. നോക്കാം. എടാ, ഒരു പാലുണ്ട്. എന്ത് പാലം? ബ്രിഡ്ജ്. എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? നടന്നു പോകാൻ അല്ലെ? റിവറിന്റെ മേലെ കൂടെ അല്ലെങ്കിൽ കിടങ്ങിന്റെ മേലെ കൂടെ ഒക്കെ നടന്നു പോകാനാണ് എന്ത് യൂസ് ചെയ്യുക? പാലം യൂസ് ചെയ്യുക. ഈ പാലത്തമ്മ കൂടെ ആര്? സോൾജിയേഴ്സ്, പട്ടാളക്കാർ എന്ത് ചെയ്യൂല? മാർച്ച് ചെയ്യൂല. എന്താ കാരണം? റെസൊണൻസ് ഉണ്ടാവുമെന്ന് ഓൽക്ക് പേടിയാണ്. നോക്കാം. എടാ, പട്ടാളക്കാർ ഇങ്ങനെ എന്ത് വരികയാണ്? മാർച്ച് ചെയ്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. സപ്പോസ് ഓല് പാലത്തമ്മ കൂടെ മാർച്ച് ചെയ്യുമ്പോ പട്ടാളക്കാർ ചവിട്ടി ചവിട്ടി വരികയാണല്ലേ? അല്ലടാ, ആ ചവിട്ടലിന് ഒരു സൗണ്ട് ഉണ്ടാവൂലേ? ഫ്രീക്വൻസി ഉണ്ടാവും. അതെങ്ങാനും പാലത്തിന്റെ ഫ്രീക്വൻസിക്ക് ഈക്വലായാൽ പാലം കിടന്ന് വിറവിറക്കും. റെസൊണൻസ് അല്ലെ? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ പാലം എന്ത് ചെയ്യും? ബ്രിഡ്ജ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. പാലം പൊട്ടും ഇല്ലേ? പാലം പൊട്ടും. അതുകൊണ്ട് തന്നെ സോൾജിയേഴ്സ് എന്ത് ചെയ്യൂല? പാലത്തുമ്മ കൂടെ ബ്രിഡ്ജുമ്മ കൂടെ മാർച്ച് ചെയ്ത് പോവൂല. എന്താ വേറൊരു എക്സാമ്പിള്? ഭൂമിയിൽ എന്തുണ്ട്? ബിൽഡിങ്ങുകളുണ്ട് അല്ലെ? എടാ, ഈ ഭൂമി കുലുങ്ങ, എർത്തുകേക്ക്. അതെന്താ? വൈബ്രേഷൻ ആണ്. എർത്തുകേക്ക് ഭൂമികൾക്ക് എന്താ? ഒരു വൈബ്രേഷൻ ആണ് അല്ലെ? ഭൂമി കിടന്ന് ഇങ്ങനെ വിറവിറക്കും. അല്ലടാ മക്കളെ, അപ്പൊ എങ്ങാനും ഈ ഭൂമിക്കുലുക്കത്തിന്റെ എർത്തുകേക്കിന്റെ ഫ്രീക്വൻസി ഏതേലും ബിൽഡിങ്ങിന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയാൽ റെസൊണൻസ് സംഭവിക്കും. ബിൽഡിങ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ബിൽഡിങ് തകരും ഇല്ലേ? തകർന്ന് തരിപ്പണമാവും. റെസൊണൻസിന്റെ ഒരു റിയൽ ലൈഫ് സിനാരിയോ. എന്നാ വേറൊരു എക്സാമ്പിൾ. എടാ, നമ്മളെ വീട് ഓക്കെ, അമ്പലപ്പറമ്പില് പടക്കം പൊട്ടാണ്, ഫയർ വർക്ക്സ്. ഓക്കെ, നമ്മളെ വീടിന്റെ ജനല് വാതില് കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? വിറവിറക്കും. ഓൾറെഡി ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ടാവും. അതിന് പുറമെ എങ്ങാനും രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആവുകയാണെങ്കിൽ ജനൽമെന്ന് വലിയ വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താ? റെസൊണൻസിന്റെ റിയൽ ലൈഫ് സിനാരിയോസ്. വേറെ ഉണ്ട് കേട്ടോ. ചില പാട്ടുകാരന്മാര് സിംഗേഴ്സ് പാടുമ്പോ ജനലിന്റെ ചില്ലൊക്കെ പൊട്ടും, ഗ്ലാസ് ഒക്കെ പൊട്ടും. എന്താ? രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആവും. സിംഗറിന്റെ വോയിസും ഗ്ലാസും രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആവുമ്പോ ഗ്ലാസ് കിടന്ന് റെസൊണൻസിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, ഗ്ലാസ് പൊട്ടും. ഓക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവുമ്പോ അടുക്കളയില് മറ്റേ സ്റ്റീൽ ഗ്ലാസ് അത് നട്ടുപോയി അറിയില്ലേ? അതൊക്കെ എന്താ? റെസൊണൻസിന്റെ ചെറിയ 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 എന്ത് അപ്ലിക്കേഷൻസ്. എന്നാ സാറേ, ഇതൊക്കെ ഒരു രസമില്ലാത്ത അപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള അപ്ലിക്കേഷൻ ഇനിയാണ് വരുന്നത്, അടുത്ത ബുള്ളറ്റ് പോയിന്റ്. ഓക്കെ, എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ MRI സ്കാനിങ്. MRI സ്കാനിങ്ങിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റെസൊണൻസ്. MRI എന്താ അതിന്റെ ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അതെന്താ? അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് ആണ്. എങ്ങനെയാ സാറേ അത് വർക്ക് ചെയ്യണത്? വേണ്ട, അത് നിങ്ങൾ പഠിക്കണ്ട, ടെക്സ്റ്റിൽ ഇല്ല. ഓക്കെ, MRI സ്കാനിങ് എന്ന് വെച്ചാൽ ഒരു അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് ആണ്. അത്ര പഠിച്ചാൽ മതി. അതിന്റെ വർക്കിംഗ് മെക്കാനിസം ഒന്നും പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണ്ട, നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. മാർക്ക് കിട്ടിയ പോലെ. ഓക്കെ, സിസ്റ്റം എന്ത് ആവശ്യപ്പെടുന്നില്ല? സ്കിൽ ആവശ്യപ്പെടുന്നില്ല. എന്ത് ആവശ്യപ്പെടുന്നുള്ളൂ? ഓൽക്ക് ക്വാളിഫിക്കേഷൻ മതി, പേപ്പർ മതി. ഓട്ടെ, MRI സ്കാനിങ് എന്താ? അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് ആണ്. അടുത്ത അപ്ലിക്കേഷൻ എന്താ? റേഡിയോ ട്യൂണിങ്. റേഡിയോ നമുക്കറിയാം. എന്താ സാറേ ട്യൂണിങ്? എടാ, ഒരു റേഡിയോമേ തിരിക്കാൻ ഒരു സാധനം ഉണ്ടാവും. അതാണെന്ത്? അതിന്റെ നോബ്. അത് തിരിച്ചിട്ട് നമ്മൾ എന്താ FM ഒക്കെ കേൾക്കുമ്പോൾ തിരിച്ചിട്ട് ക്ലിയർ ആക്കും അല്ലേ? അതിന്റെ പേരാണെന്ത്? ട്യൂണിങ്. ഓക്കെ, ഇങ്ങനെ ട്യൂൺ ചെയ്യുന്നത് എന്താ? റെസൊണൻസിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? റേഡിയോ ട്യൂണിങ്ങില് എന്തുണ്ട്? റെസൊണൻസ് ഉണ്ട്. ഇറ്റ്സ് എൻ അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ്. അടുത്ത അപ്ലിക്കേഷൻ എന്താ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താ?
അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആണ്. ഏതൊക്കെ? എടാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ വയലിൻ, ഗിത്താർ, വീണ, മൃദംഗം, അതൊക്കെ എന്താടാ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഏതൊക്കെ? ഗിത്താർ, വയലിന്, വീണ, മൃദംഗം, ഹാർമോണിയം, ട്രംപറ്റ്, സ്വാഗസ്വരം, ഇതൊക്കെ എന്താ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആണ്. അതൊക്കെ പഠിക്കട്ടോ, ഒക്കെ ടെക്സ്റ്റിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഓക്കെ, അപ്പൊ അടുത്ത ആപ്ലിക്കേഷൻ എന്താണ്? മെഗാഫോൺസ്, ഹോൺസ്, അതിലൊക്കെ എന്തുണ്ട്? സോറി, അതൊക്കെ എന്താ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആണ്. മെഗാഫോൺ അറിയില്ല? എടാ, നമ്മൾ ഒച്ച കൂട്ടാൻ ഉള്ള സാധനം, ഒരു ഡിവൈസ്. മെഗാഫോൺ പോലീസിന്റെ കയ്യിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അതെന്താ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്, റെസൊണൻസ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ നെക്സ്റ്റ് ഏതാ? ഹോൺസ്, വണ്ടിന്റെ ഓണ്, എന്താടാ അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് ആണ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എന്ന ലാസ്റ്റ് അപ്ലിക്കേഷൻ സ്റ്റെതസ്കോപ്പ്. ഓക്കെ, എന്താണ്? സ്റ്റെതസ്കോപ്പിൽ എന്തുണ്ട്? സ്റ്റെതസ്കോപ്പ് എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആണ്. അങ്ങനെ പഠിക്കാം. ഓക്കെ അല്ലേ? ഇതിന്റെ മെക്കാനിസം ചെറിയൊരു ലൈനിൽ പഠിക്കണം കേട്ടോ. കാരണം എന്താ? ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താ ടെക്സ്റ്റിൽ പറയുന്നത്? സ്റ്റെതസ്കോപ്പ് എങ്ങനെ വർക്ക് ചെയ്യുക? ഇറ്റ് വർക്ക്സ് ബൈ ആംപ്ലിഫൈയിങ് വീക്ക് സൗണ്ട്സ് ഇൻസൈഡ് ദി ബോഡി ത്രൂ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. എന്ന് വെച്ചാൽ ബോഡിന്റെ ഉള്ളിലുള്ള വീക്ക് ആയിട്ടുള്ള സൗണ്ട്, ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, അതൊക്കെ വീക്കാണ്. നമുക്ക് നോർമൽ കേസിൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഓടുമ്പോൾ ചിലപ്പോൾ കേൾക്കാൻ പറ്റും ആ സംഭവം. ഓക്കെ, അതല്ല കേട്ടോ, നോർമൽ അവസ്ഥയിൽ അത് കേൾക്കൂല. ഫെയിന്റ് സൗണ്ട് ആണ്, വീക്ക് സൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ഈ സൗണ്ടിനെ പിടിച്ചെടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ അതിന്റെ സൗണ്ട് അങ്ങോട്ട് കൂട്ടും. അതാണ് ആര് ചെയ്യുന്നത്? സ്റ്റെതസ്കോപ്പ്. എടാ, ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തുണ്ട്? ഹാർട്ട് ഉണ്ട്. ഹാർട്ടില്ലാത്ത മനുഷ്യനുണ്ടോ? ചിലവരുണ്ടാവും, ആ കേസല്ല കേട്ടോ. ഓക്കെ, അപ്പോ ഹാർട്ടുള്ള ഒരു മനുഷ്യൻ, ഹാർട്ട് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യൂലേ? സോറി, ഹാർട്ട് എന്താവും? മിടിക്കും, ബീറ്റ് ചെയ്യും അല്ലേ? ചെറിയ സൗണ്ടിലാണ് ബീറ്റ് ചെയ്യുക. സ്റ്റെതസ്കോപ്പ് അവിടെ കൊണ്ട് വെക്കും. ഈ ചെറിയ സൗണ്ടിനെ സ്റ്റെതസ്കോപ്പ് എന്ത് ചെയ്യും? അങ്ങോട്ട് വലുതാക്കിക്കാണ്ട് ഡോക്ടർ ചെവിയിലെ കേൾപ്പിച്ചു കൊടുക്കും. അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഓക്കെ അല്ലേ? ഈ 5 എന്ത് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കാണാതെ പഠിക്കാം. ഓക്കെ, മാർക്ക് കിട്ടണ്ടേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ ലെങ്ത് കൂടിയെന്ന് ചില ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ലെങ്ത് കുറച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നിർത്താൻ ടൈമായി. എടാ, ചില ഭാഗത്ത് ചില ലാഗ് വരും കേട്ടോ. എന്റെ ആക്ഷനിലെ ലാഗ് ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ, സൗണ്ട് അതൊക്കെ നടന്നു പോവും. അത് ഈ ആനിമേഷൻ ഒന്നും ലാപ്ടോപ്പ് സിസ്റ്റം താങ്ങണില്ല, അതിന്റെ വിഷയമാണ്. അപ്പൊ അത് കാര്യമാക്കണ്ട. നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വേണമെങ്കിൽ ബെല്ലൈക്കൺ നെക്കി പൊട്ടിക്കാം. ഞാൻ നിർബന്ധിക്കണമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാം കൂടി ഒറ്റക്ക് ഉണ്ടാകരുത് കേട്ടോ. വീഡിയോ എടുക്കുക, ലിങ്ക് എടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വെറും പാലാമൈൻഡ്, ഒറ്റ മൈൻഡ് ആവരുത്. ഓക്കെ, ഒക്കെ എനിക്ക് ചില കുട്ടികളോട് പെൻസിൽ വെച്ചാൽ പോലും ഒരു തരില്ല. എന്താ, മറ്റവന് കുറെ ഉണ്ടായാലോ? ഓക്കെ, അങ്ങനെ ആവരുത് കേട്ടോ. വെറും പാൽക്കുപ്പീസ് ആവരുത്. ഷെയർ ചെയ്യുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പൊ മക്കളെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.